guys, Haran Mahadev, Adab, Pranam. നിങ്ങളെല്ലാവരും എങ്ങനെ സുഖമാണോ? സുഖമാണല്ലേ? സുഖമായിരിക്കും, സുഖമായിട്ട് തന്നെ ഇരിക്കണം. എനിക്കും സുഖം ആണ്, സുഖമില്ലായത് പക്ഷെ ഇപ്പോൾ സുഖമാണ്. പിന്നെ ഇന്നാണെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ഒരു അമ്പലത്തിൽ ടെമ്പിൾ പോകണമായിരുന്നു. നല്ല ടെമ്പിളാണ്, പേര് മറന്നു പോയി. എനിക്ക് സുഖമില്ലാത്ത സമയത്ത് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ മരുന്ന് കൊണ്ട് പേര് പറയാൻ പറ്റില്ല. നല്ലൊരു അമ്പലമാണ്. അതിലൊക്കെ പേര് എന്തായാലും ഞാൻ പറയും. പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീക്ക് വിചാരിച്ചു, നെക്സ്റ്റ് വീക്കിന് ഞാൻ പോകുന്നു. പിന്നെ ഇന്ന് ഞാൻ ഉച്ചക്കലത്തെ ഭക്ഷണം റെഡിയാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഉച്ചക്കലത്തേക്ക് വേണ്ടി ഇതുണ്ടാക്കണ്ടേ. അപ്പം ഉണ്ടാക്കാൻ എന്തറിയാം, ചോറെല്ലാവരും അറിയാമല്ലോ. ഇതിൻ്റെ വെള്ളരി ദാലിലിട്ടിട്ട് പരിപ്പിലിട്ടിട്ട് ഉണ്ടാക്കും. പിന്നെ ഇത് എനിക്ക് അറിയില്ല, എന്താ മൈൻഡ് വരുന്നില്ല. മീൻസ് ഇത് എന്താ ഇതിൻ്റെ ഉപ്പേരിയാക്കാൻ, തോരനും പറയും ചിലരൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഉച്ചയ്ക്ക് ഇതുണ്ടാവും. പരിപ്പിട്ടിട്ട് കറി, അതിൻ്റെ ഉപ്പേരി, തോരൻ, അതിൻ്റെ ചമ്മന്തി, തേങ്ങാൻ്റെ, പിന്നെ പാപ്പാട്, പിന്നെ ഇത് സാധനം ഉണ്ടാവും. പിന്നെ ഇവിടെ മീനൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എത്ര വേണമെന്ന് ആക്കി എപ്പോഴെങ്കിലും ഇവർക്കൊക്കെ വേണമെന്നുണ്ട്. അങ്ങനെ നിർബന്ധമില്ല, ഇത് വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. അധികം വെജിറ്റബിൾ തന്നെയാണ്. പിന്നെ എല്ലാ മാസത്തിലും 4 പ്രാവശ്യം മറ്റേ ചിക്കൻ കഴിക്കാം. മിക്കവാറും 4 ടൈം 9 ഡേയ്സ് ഉണ്ടാവും. അതല്ല, എപ്പോഴും കഴിക്കുമ്പോൾ ഇതാണ്. പിന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് വന്ന് പഠിച്ചതാണ്. ചെറുപ്പത്തിലെ എൻ്റെ മമ്മി പറയും, പണി എടുക്കാതെ എന്താണ് പറയുമ്പോൾ ഞാൻ പറയും, പണി എടുക്കൂല, എനിക്കിഷ്ടമല്ല പണി, ഞാൻ എടുക്കൂല, എനിക്കിതാണ് ഇഷ്ടം, പണി എടുക്കണ്ട, ഞാൻ പോകുന്ന വീട്ടിലേക്ക് സർവൻസൊക്കെ ഉണ്ടെന്ന് പറയായിരുന്നു സത്യം പറയാൻ. അപ്പോൾ എനിക്ക് പണി ഞാൻ പഠിച്ചില്ല. പഠിച്ചിട്ട് എൻ്റെ മമ്മീൻ്റെ കുറേ ചീത്ത പറഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ പണി പഠിച്ചത് ഈ കല്യാണം കഴിച്ച ശേഷമാണ്. പിന്നെ 6 വർഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ. ഡൈവോഴ്സ് ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ചീത്ത ഭക്ഷണം കൊടുത്ത്. കാരണം എനിക്കറിയില്ല ഉണ്ടാകാൻ, എങ്ങനെ ഉണ്ടാകും പാവം, അതേപോലെ കഴിക്കായിരുന്നു. ഒരു ദിവസം പറയാ, ഷീലു നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണോ മനസ്സിലാവും. അപ്പം നല്ല ഭക്ഷണം കഴിക്കണം. നിങ്ങളുടെ ചേച്ചിയുണ്ട്, എൻ്റെ നാത്തൂനാണ്. ആ ചേച്ചിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതെൻ്റെ നാത്തൂനുണ്ട്, രണ്ടും നല്ല കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എടുത്ത് പോകണം. അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞ്, നിങ്ങൾ പോയിക്കോ, പ്രശ്നമില്ല, എനിക്ക് ഇതുവരെ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറയായിരുന്നു. തമാശയാണ് ഞാനും പറയുന്നത്. പക്ഷെ അങ്ങനെ പറയായിരുന്നു. പക്ഷെ അത് അന്ന് ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക്
ഇവിടെ എന്താ പറയുക, കുണ്ടിക്കേരി നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ അന്ന് മുതൽ അന്ന് 2-3 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു ഫുഡിനോടൊരു ഇഷ്ടം തോന്നി. ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം, എന്താ ചെയ്യണം, വെറൈറ്റീസ് എന്താണ്, എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. സത്യം പറയാം, ഞാൻ മീനുണ്ടാക്കും. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ പച്ചക്കറി, ഇതിൻ്റെ പേര് എനിക്കറിയുന്നില്ല, വെള്ളത്തിലിട്ടിരിക്കുന്ന പോലെ എൻ്റെ മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ കാണും. മീൻ വൈറ്റ് കളറായിട്ടുണ്ടാവും. കുറേ മുളകിടും, കുറച്ച് കഴിക്കും, കുറച്ചൊക്കെ ഞാൻ തെങ്ങിൻ്റെ അടിയിലേക്ക് ഇടും. അത്ര ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം, കാരണം എനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് പറഞ്ഞു തരാനോ പഠിക്കാനോ അറിയില്ല. അമ്മ ഇല്ല, ചേച്ചീസൊക്കെ കല്യാണം കഴിഞ്ഞ വർഷത്തിലാണല്ലോ. പക്ഷെ നല്ല കുറേ വീട്ടിൽ നിന്നാണ് ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും പെണ്ണ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയണ്ടേ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. അത് ഭഗവാനിക്ക് കൃപയാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ശരിയാവും, ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരിയാവും കൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ വരികയാണ്. അപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുക, സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയാൻ. എന്തിൻ്റെ സ്മെൽ?